ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഓണാഘോഷത്തിൻ്റെ ചൂടെല്ലാം ആറിക്കഴിഞ്ഞ് തന്നെയാണ് ഓണാഘോഷം അല്ലേ? പക്ഷേ എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരം എന്താണെന്നറിയാവോ? എല്ലാവരും ഓണം ആഘോഷിച്ചതുപോലെ ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടി ഞാനും പോയി ഒരല്പം ദൂരേക്ക്. എല്ലാവിധ സെറ്റപ്പോടും കൂടി എല്ലാവിധ പ്രിപ്പറേഷനോടും കൂടിയാണ് ഞാൻ പോയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി എന്ന് ഒരു ദയനീയ സത്യം കേട്ടാൽ നിങ്ങൾ ചിരിക്കുമോ അതോ എന്നോടത്ത് സഹതപിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഫോൺ എടുക്കാതെ പോയി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓണാശംസകൾ നേരുവാൻ പോലും സാധിച്ചില്ല എന്ന് ആ ദയനീയ സത്യം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമമുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ പാതി വഴിയിലിട്ടിട്ട് വീണ്ടും പോയതാണോ, ഇനി ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും വെച്ചിടാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതും എനിക്ക് തിരിച്ചു വന്ന് ഈ ഫോൺ എടുത്തപ്പോഴാണ് എനിക്കിതെല്ലാം കാണുവാൻ സാധിക്കുന്നത്. ഓരോരുത്തരോടായി എനിക്കതിന് മറുപടി പറയുവാൻ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഈ നമ്മുടെ ഒരു ചെറിയ ക്ലാസ്സിലൂടെ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തിയത്. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു ക്ലാസ് ഇന്നൊന്ന് പോയാലോ? ഓക്കെ, കമോൺ. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണിത്. അതായത് എന്തിനോടെങ്കിലും നമുക്ക് താല്പര്യം അല്ലെങ്കിൽ സംതൃപ്തി തോന്നുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്ലീസ്ഡ് വിത്ത്. പ്ലീസ്ഡ് വിത്ത് ചേർത്തതിന് ശേഷം എന്തിനോടാണോ നമുക്ക് താല്പര്യം അല്ലെങ്കിൽ എന്തിനോടാണോ നമുക്ക് സംതൃപ്തി തോന്നുന്നത് അത് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്ലീസ്ഡ് വിത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് ആ കാര്യത്തിന് മാത്രമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു വാക്കാണ് ഗുഡ് അറ്റ്. ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതെന്തുമാവട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹീസ് ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ അവന് ഒരു കാര്യം പറഞ്ഞിട്ട്, ഏത് കാര്യമാണോ ആ കാര്യം പറഞ്ഞിട്ട് അവൻ അതില് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഗുഡ് അറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേക കഴിവുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് ഗുഡ് അറ്റ്. അതേ രീതിയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബാഡ് അറ്റ്. ബാഡ് അറ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് മോശമാണ്, കഴിവില്ല അല്ലെങ്കിൽ കഴിവ് കുറവാണ് എന്നുള്ള കാര്യം പറയുന്നതിനാണ് ഈ ബാഡ് അറ്റ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു 2 സെന്റൻസ് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഇത് മാത്രം ഓർക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പ്ലേസ്ഡ് വിത്തും ഗുഡ് അറ്റും ബാഡ് അറ്റ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഏതാണ് എന്നത് മാത്രം മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അത് ചേർത്ത് പറയുവാൻ നമുക്ക് ശ്രമിക്കാം. അടുത്തത് ക്ലെവർ അറ്റ്. ക്ലെവർ അറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സാമർഥ്യം ഉണ്ടായിരിക്കുക. ഒരു കാര്യത്തിൽ ഒരു പ്രത്യേക സാമർഥ്യം ഉണ്ടായിരിക്കുക. ഒരാൾക്കൊരു കാര്യത്തിൽ പ്രത്യേക സാമർഥ്യമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലെവർ അറ്റ്. ക്ലെവർ അറ്റ്. അതുപോലെ ഇതൊന്ന് നോക്കിയേ, ബോസ്റ്റ് ഓഫ്. ബോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരാള് പൊങ്ങച്ചം പറയുക. പൊങ്ങച്ചം പറയുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ബോസ്റ്റ് ഓഫ് അബൌട്ട് എന്തിനെ കുറിച്ചാണെന്ന് പിന്നെ പറയാം നമുക്ക്. അവന് പൊങ്ങച്ചം പറയുന്നു. എന്നതിനെ കുറിച്ച് പൊങ്ങച്ചം പറയുന്നു? അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ അവന്റെ അവന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാവാം. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പൊങ്ങച്ചം പറയുന്ന സമയത്ത് അവൻ പൊങ്ങച്ചം പറഞ്ഞു എന്നത് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബോസ്റ്റ് ഓഫ് എന്ന വാക്ക്. ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്നുള്ള ഒരു വാക്കാണ്. ഇതൊരു വെർബാണ്. പക്ഷെ പൊങ്ങച്ചം പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, അതാണ് ഇവിടെയും അതെ, ഓരോ സാഹചര്യങ്ങളാണ്. പൊങ്ങച്ചം പറയുന്ന സമയത്ത് ഇത് പൊങ്ങച്ചം പറയുക. ബോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്നല്ല, പൊങ്ങച്ചം പറയുന്ന സമയത്ത് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്. ഇത് പൊങ്ങച്ചം പറയുക എന്ന്, ബോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്നർത്ഥം ഓർക്കരുത്. പൊങ്ങച്ചം നമ്മൾ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറയുക, അത് മനസ്സിലാക്കണേ. ഇതിങ്ങനെ പറഞ്ഞെങ്കിലും പൊങ്ങച്ചം പറഞ്ഞതിനെ കുറിച്ച് ഇല്ലേ, പറയുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത്, പറഞ്ഞതിനെ കുറിച്ച് അല്ലെങ്കിൽ പറയുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്താണ്
പറഞ്ഞതിനെ കുറിച്ചല്ലേ, പറയുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബോസ്റ്റ് ഓഫ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫ്രം അതെങ്ങനെയാണെന്നറിയാവോ? ഡിഫറെന്റ് ഫ്രം എന്ന് പറഞ്ഞാല് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുക. ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുക. ആ സമയത്താണ് ഡിഫറെന്റ് ഫ്രം എന്ന് പറയുക. ഈ ഡിഫറെന്റ് ഫ്രം പറയണമെങ്കിൽ രണ്ട് കാര്യം ഉണ്ടായിരിക്കണം. ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുമ്പോഴായിരിക്കണം അതിൽ നിന്നും വ്യത്യസ്തമാണ്, മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്താണ് ഡിഫറെന്റ് ഫ്രം. ഇത് ഓർക്കണം. ആദ്യമേ നമ്മൾ പ്ലേസ്ഡ് വിത്ത്, ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്ലവർ അറ്റ്, ഇതെല്ലാം കഴിവ്. ഇത് താല്പര്യം തോന്നുക എന്ന് പറയുന്നത് കഴിവിനെ കുറിച്ചല്ല. ഇതെല്ലാം ഒരു പ്രത്യേക കഴിവിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ബോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നത് അതിനെ കുറിച്ച് പറയുന്ന. എന്നാൽ ഡിഫറെന്റ് ഫ്രം എന്ന് പറഞ്ഞാല് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടി. ഇതുപോലെയുള്ള കുറച്ച് വാക്കുകൾ കൂടി ഉണ്ട്. അതിങ്ങോട്ടൊന്ന് നോക്കിയേ. ഇതാ അതുപോലെ തന്നെയുള്ള വാക്കുകളാണ് ഇതും. അഫ്രൈഡ് ഓഫ് എന്ന് പറഞ്ഞാല് ഭയത്തെ കുറിച്ച് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയമുണ്ട്, അവനതേ കുറിച്ച് അല്ലെ അവൾക്ക് അവൾക്ക് അതിനെ കുറിച്ച് ഭയമുണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ച്, ഭയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അഫ്രൈഡ് ഓഫ്. ഇതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും, പലർക്കും ഈ ഭയമുള്ളത് ചിലർക്ക് പാമ്പിനെ ഭയം ഉണ്ടായിരിക്കാം, ചിലർക്ക് മാതാപിതാക്കളെ ഭയം ഉണ്ടായിരിക്കാം, ചിലർക്ക് ടീച്ചേഴ്സിനെ ഭയം ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഭയത്തെ കുറിച്ച്, ഭയം ആർക്ക് എന്തെങ്കിലും എന്താണ് എന്നത് നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ചാ പറയണ്ടേ അല്ലേ. അത് ഭയത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ആ സാഹചര്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് അഫ്രൈഡ് ഓഫ്. അതുപോലെ തന്നെ സഫറിങ് ഫ്രം, ഇതെന്താണെന്ന് അറിയാമോ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അല്ലേ. രോഗത്തെ കുറിച്ച് പറയുന്ന സമയത്താണ് സഫറിങ് ഫ്രം ഉപയോഗിക്കുന്നത്. സഫറിങ് ഫ്രം രോഗത്തെ കുറിച്ച് പറയുമ്പോൾ. അതുപോലെ ആങ്ഷ്യസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത്, അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആങ്ഷ്യസ് ഫോർ. ഈ വാക്കുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതായത് നമ്മൾ ആദ്യം പറഞ്ഞതിനെ കുറച്ച് ഒരു രണ്ടെണ്ണത്തിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് അറ്റ് എന്ന വാക്കിന് ആണ് ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുകയാണെങ്കിലോ, ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറയാൻ അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ്. അന്നേരം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. എന്ത്? ഇംഗ്ലീഷ് പഠിക്കാൻ അവന് എളുപ്പമാണ്, അവൻ അതിനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നതിന് ആ സമയത്താണ് ഗുഡ് അറ്റ്. എന്നാൽ അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവൻ പഠിക്കുകയില്ല, അവന് അതിന് അത്ര വശമില്ല എന്നാ പറയുന്നതെങ്കിലോ ഹിസ് ബാഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറയാം. അങ്ങനെ പറയുക. ഗുഡ് അറ്റ് എന്ന വാക്ക് ഇങ്ങനെയാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഷീ സഫറിംഗ് ഫ്രം ഹെഡേക്ക്. എന്ന് പറഞ്ഞാൽ അവൾക്ക് തലവേദനയാണ്. ഇതൊരു തലവേദന എന്ന് പറയുന്ന ഒരു രോഗം, അല്ലെങ്കിൽ ടൂത്ത് ഏക്ക് ആകാം, പിന്നെ സ്റ്റൊമക്ക് ഏക്ക് ആകാം. നമ്മൾ കുറെ രോഗത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ആ രോഗങ്ങളിൽ ഏതെങ്കിലും ആകാം അവള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെ കുറിച്ച് പറയുന്നതിന്. ഇത് നമ്മൾ സബ്ജക്ട് മാറുന്നതനുസരിച്ച് ഈ എന്തെങ്കിലും അനുഭവിക്കുന്ന ആ അവസ്ഥ എന്താണോ, ആ ഏത് രോഗമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സഫറിങ് ഫ്രം. ഇത് ഇത്രയും ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇതനുസരിച്ച് ഈ വാക്കുകളൊന്ന് മനസ്സിൽ ഒന്ന് നോക്കി വെക്കുക, എന്നിട്ട് ഇത് ചേർത്ത് സംസാരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഈ പറഞ്ഞ കാര്യം ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? എപ്പോഴാണ് ഇതുപോലെയുള്ള, അതായത് സാഹചര്യത്തിനൊത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ പഠിച്ചത്. ഇതൊന്ന് മനസ്സിലാക്കി ഇതനുസരിച്ചൊന്ന് സംസാരിക്കുവാൻ ശ്രമിക്കുക. ഈ വാക്കുകളൊന്ന് യു ജസ്റ്റ് കീപ്പ് അപ്പ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ട്രൈ ടു സ്പീക്ക്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനിയും കൂടുതൽ നല്ല നല്ല ക്ലാസ്സുകളുമായി മുന്നോട്ട് അധികം താമസിക്കാതെ തന്നെ അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണാം. അതുവരെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഓക്കെ, ബൈ. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നമ്മൾ കഴിഞ്ഞുപോയ ഒരു ഓണം, അത് നമുക്ക് അടുത്ത ഓണത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുള്ള ആ ഒരവസരം ജഗദീശ്വരൻ തരട്ടെ എന്ന ആ പ്രാർത്ഥനയോടുകൂടി ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.